Welcome to Garam Masala, the magic spices of cooking. പ്ലം കേക്ക്. ഇന്ന് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ആൽക്കഹോൾ ഫ്രീ വേർഷനാണ് തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് നട്ട്സിനെയും ഡ്രൈ ഫ്രൂട്ട്സിനെയും എല്ലാം സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സുമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1/4 കപ്പ് വീതം കാഷ്യൂ നട്ട്സ്, റൈസൻസ്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസിലോ ആപ്പിൾ ജ്യൂസിലോ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1 ദിവസമാണ് സോക്ക് ചെയ്ത് വെച്ചത്, ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിനെ നമുക്ക് ഒരു അരിപ്പയിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായി മിക്സ് ആയി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ അടികട്ടിയുള്ള ഒരു പാനിലോട്ട് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്. ഷുഗർ സിറപ്പ് കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്ക് കയ്പുണ്ടായിരിക്കും. ഈ ഷുഗർ സിറപ്പാണ് നമ്മുടെ കേക്കിന് കളർ നൽകുന്നത്. നമ്മുടെ ഷുഗർ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് 4 മുട്ടയുടെ വെള്ളയെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് ബട്ടർ എടുക്കാം. ഇത് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 4 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. ഓരോ മഞ്ഞയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തേത് കൂടെ ചേർക്കാം. ഇതുപോലെ നമുക്ക് 4 മഞ്ഞയും ചേർത്ത് കൊടുക്കണം. ഇതിനെ നന്നായി പതപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1.5 കപ്പ് തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. നമുക്ക് പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഈ പഞ്ചസാരയും ബട്ടറിനെയും എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അടുത്തതായി 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ കൂടെ ചേർക്കാം. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് ആണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൽ നിന്നും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് സ്പൈസ് മിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 2 ഗ്രാമ്പു, 1/2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 2 ഏലക്ക, 1/2 ഇഞ്ച് നീളമുള്ള ഡ്രൈ ജിഞ്ചർ ഇവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മൈദ മുഴുവനായി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം.
അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എടുക്കാം. ഇതിൽ നിന്നും ജ്യൂസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നട്ട്സ് എല്ലാം താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലോട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. നമുക്കിതിനെ കേക്ക് മിക്സിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് എടുക്കാം. നമുക്കിതിനെ കേക്ക് മിക്സിലോട്ട് ചേർക്കാം. ഇനി ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം, ബീറ്റ് ചെയ്തെടുക്കരുത്. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരും. അങ്ങനെ നമ്മുടെ കേക്ക് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് ബേക്കിംഗ് പാൻ എടുക്കാം. ഞാനിവിടെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് ബിൻ ആണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ളതും എടുക്കാം. ഇതിനെ നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കണം. അടിയിലായി ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ബിന്നിന്റെ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരും. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലാണ് നമുക്ക് ഈ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഓരോ ഓവനും അനുസരിച്ച് സമയം മാറും. ഓവനിൽ നിന്നും കേക്ക് ബിൻ എടുത്തതിന് ശേഷം 5 മിനിറ്റ് തണുക്കാൻ വെക്കണം. അതിനുശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. നന്നായി തണുത്തതിനു ശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് നോൺ ആൽക്കഹോളിക് പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിനെ ഒരാഴ്ച വരെ പുറത്ത് വെക്കാം. 1 മാസം വരെ നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. താങ്ക് യു.